എല്ലാവർക്കും ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രോൺസ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വലിയ ടൈപ്പ് പ്രോൺസ്, അതായത് കൊഞ്ച് ആണ് കിട്ടിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരാണ് അറിയപ്പെടുന്നത്. ടൈഗർ പ്രോൺസ് എന്ന് പറയുന്ന ടൈപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 100 ഗ്രാമിനടുത്ത് വലിപ്പം വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് കുക്കിംഗ് ടൈമിലും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് പ്രോൺസ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. വളരെ സ്വാദിഷ്ടമായ ഒരു റോസ്റ്റാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൊഞ്ച് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ലവണ്ണം ഷെല്ലൊക്കെ കളഞ്ഞ് അതിൻ്റെ ടോപ്പ് സൈഡിലുള്ള ഒരു നൂലുണ്ട്, അതും വലിച്ച്, പിന്നെ തലയുടെ ഭാഗത്ത് കുറച്ച് അഴുക്കുണ്ട്. ഈ കറുത്ത കളർ കാണുന്ന അത് നമ്മൾ നീക്കം ചെയ്യണം. അത് അഴുക്കാണ്. ഇത്രയും കളഞ്ഞ് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്ത കൊഞ്ച് അഥവാ ടൈഗർ പ്രോൺസ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുടംപുളി, ഒരു ചുള മതി, അത് കീറിയിട്ടതാണ്, കുറച്ച് തേങ്ങാക്കൊത്ത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് ഉപ്പും പുളിയുമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ അടുപ്പത്ത് വയ്ക്കണം. ഇപ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: സവാള ഒരെണ്ണം, പച്ചമുളക്, ചെറിയ ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയത്, ടൊമാറ്റോ, കറിവേപ്പില, മുളക് പൊടി, 2 ടൈപ്പ് മുളക് പൊടി, എരിവിലുള്ളതും എരിവില്ലാത്തതും കൂടി ഒരുമിച്ചെടുത്തിട്ടുണ്ട്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് നമ്മൾ വേവിച്ച് വെച്ച കൊഞ്ചാണ്. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നല്ലവണ്ണം മുരിഞ്ഞു കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, സിമ്മിൽ വയ്ക്കണം, തീ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഗരം മസാല, പെപ്പർ പൗഡർ കുറച്ച് വെച്ചേക്കണം, ബാക്കി ഇത്രയും ഇട്ട് അത് ഇപ്പം തന്നെ മൊരിഞ്ഞിട്ടുണ്ട്. അതിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് കരിയാതെ ശ്രദ്ധിക്കണം. അഥവാ അങ്ങനെ കരിയുമെന്ന് തോന്നുന്നവരെ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇട്ട് മൊരിയിച്ചെടുത്താൽ മതി. എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ എണ്ണയിലേക്ക് ഇട്ടത്. ചെറിയ ഉള്ളിയിട്ട് നല്ലവണ്ണം മൊരിഞ്ഞു കഴിയുമ്പോൾ സവാള ഇടാം, പച്ചമുളകും ഇടാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റി കുറച്ച് ഉപ്പും കൂടി ഇടാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കറിവേപ്പില ഇടാം. ഇപ്പോൾ സവാളയൊക്കെ വെന്ത് നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വെന്ത് എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ടൈഗർ പ്രോൺസ് അഥവാ കൊഞ്ചിട്ട് കൊടുക്കാം. ഇതിലുള്ള ആ പുളിയൊക്കെ എടുത്ത് മാറ്റണം. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം എല്ലാം കൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെള്ളത്തിൽ കിടന്ന് ആ പ്രോൺസും മസാലയും എല്ലാം യോജിച്ച് വറ്റി വരണം.
ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം. പോരെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വറ്റട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലോട്ട് തൂക്കി കൊടുക്കാം. കുറച്ച് കരിവേപ്പില ലാസ്റ്റ് ഇടാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി കമൻസ് അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.